ഹായ് സുഹൃത്തുക്കളെ, ഒരു 10 വർഷം മുമ്പ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ വിരളമായിരുന്നു അല്ലേ? പക്ഷെ ഇന്നെന്താണ് അവസ്ഥ? അത് ഇല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ് വേൾഡിനും സംഭവിക്കാൻ പോകുന്നത്. 2030 ലോകം തന്നെ മാറും. AI, ഗ്രീൻ എനർജി, ഡിജിറ്റൽ അസറ്റ്, ഹെൽത്ത് ടെക്, ഇവയിൽ ഏതെങ്കിലും നമ്മൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 2030 കോടീശന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുണ്ടാകും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത്. കോടികൾ വരുമാനം സൃഷ്ടിക്കുന്ന 4 ഫ്യൂച്ചർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൽ ഒന്ന് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് തുടങ്ങണമെന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, നാളെ അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ബിസിനസ് സ്റ്റോറി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി ഞാൻ പറയുവാൻ പോകുന്നത് AI ആൻഡ് ഓട്ടോമേഷൻ. AI എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ChatGPT, അതുപോലെ തന്നെ മിഡ് ജേണി, ഈ കോപ്പിലോട്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും, AI ഇതുപോലെ ChatGPT ഒക്കെ എല്ലാവർക്കും കിട്ടുന്നതാണെങ്കിൽ നമുക്കിവിടെ ബിസിനസ് ചാൻസ് എവിടെയെന്ന്, അല്ലേ? ഇതിനെനിക്ക് സിമ്പിളായിട്ടുള്ള ആൻസറാണുള്ളത്. AIയെ നമുക്കൊരു സൊല്യൂഷനാക്കി മാറ്റാം എന്നുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു ജ്വല്ലറി ഷോപ്പിന് AI കസ്റ്റമർ ചാറ്റ് സിസ്റ്റം കൊടുക്കുക. കസ്റ്റമർ കോൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകൾ അയക്കുമ്പോഴും AI ബോട്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് മറുപടി നൽകും. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് AI ബേസ്ഡ് മാർക്കറ്റിംഗ് ടൂൾ നമ്മൾ നൽകുക. എന്ത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡ് എന്ന് AI സജസ്റ്റ് ചെയ്യും. സെയിൽസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആകും എന്നുള്ളതാണ്. മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു ലോൺ ഫേമിനെ സംബന്ധിച്ചാണെങ്കിൽ AI ലീഗൽ റിസർച്ച് ടൂൾ നൽകുക. കേസ് ലോസ് സെക്കൻഡിൽ തന്നെ ഫൈൻ ചെയ്യും. ടൈം സേവ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലയൻറ്റ് 100% സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യയിലെ ചെറിയ ബിസിനസ്സുകൾക്കും ഓട്ടോമേഷൻ വേണ്ട ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കസ്റ്റമൈസ്ഡ് AI സൊല്യൂഷൻ ചെയ്യുന്നവർക്ക് 2030 മൾട്ടി ബില്യണർ ഡോളർ മാർക്കറ്റ് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കോഡിംഗ് സ്കിൽ ഇല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. നോ കോഡ് AI പ്ലാറ്റ്ഫോം, അതായത് ഇപ്പോൾ നമുക്കറിയാം ബബിൾ, സാപ്പിയർ പോലുള്ളവ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കടക്കാം. കൺസൾട്ടിങ്, ട്രെയിനിങ്, സെറ്റപ്പ് സർവീസസ് എല്ലാം തന്നെ നമുക്ക് ഇൻകമാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 2030 കൂടി നിങ്ങൾ കോടീശ്വരന്മാരാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി നമുക്ക് രണ്ടാമത്തൊരു സെക്ഷനിലേക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതായത് ഗ്രീൻ ബിസിനസ് അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ്സ്. ഗ്രീൻ ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? അതല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നമുക്കറിയാം, ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്, ക്ലൈമറ്റിക്കൽ ചേഞ്ചസ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2030 കൂടി നമ്മുടെ ലോസ് ഒന്നുകൂടെ കർശനമാകും. കാർബൺ ക്രെഡിറ്റ്സ് ഇല്ലാതെ കമ്പനീസ് ഒന്നും തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് റിസർച്ചുകളും അതുപോലെ മറ്റ് പഠനങ്ങളും പറയുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, മലിനീകരണം കുറയ്ക്കുന്നവർക്ക് റിവാർഡുകൾ കിട്ടും. ഈ റിവാർഡുകളാണ് കാർബൺ ക്രെഡിറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫാക്ടറി അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷനിൽ പൊല്യൂഷൻ കുറച്ചു, അവർക്കിവിടെ ക്രെഡിറ്റ് കിട്ടും. അതായത് ഈ ഒരു ക്രെഡിറ്റ് അവർ മറ്റൊരു കമ്പനിയിലേക്ക് വിറ്റു ഡയറക്റ്റ് പണമുണ്ടാക്കാം എന്നുള്ളതാണ്. ഇതാണ് കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ തുടങ്ങുന്നവർക്ക് 2030 ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടുകയും അവർ സാമ്പത്തികമായി വളരെയധികം ഹൈപ്പിലെത്തുവാനുള്ള സാധ്യതയുമുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് വായിക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന മറ്റു ബിസിനസ് ചാൻസുകൾ എന്ന് പറയുന്നത്, നമ്മൾ കേരളത്തിലൊക്കെ ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സോളാർ ബിസിനസ്സാണ്. വീടുകളിലും ഷോപ്പുകളിലും ഓഫീസുകളിലും എല്ലായിടത്തും സോളാർ പാനലുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് തുടങ്ങിയവർക്ക് കണ്ടിന്യൂസ് ഓർഡർ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു അവസ്ഥയിൽ അത്തരമൊരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ 2030 കൂടി ഇതും ഒരു പീക്ക് ലെവലിൽ എത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പ്ലാസ്റ്റിക് സ്ലോലി ഇവിടെയൊക്കെ ബാൻ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ബനാന ലീഫ് ഉപയോഗിച്ച് പ്ലേറ്റുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ബയോഡീഗ്രേഡബിൾ കവേഴ്സ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു സ്കോപ്പുള്ള ഒരു ബിസിനസ്സാണ്. ഇതെല്ലാം ചെയ്യുന്നവർക്ക് ഹോട്ടൽ മുതൽ FMCG ബ്രാൻഡുകൾ വരെ ഹൈ ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. കേരള വേസ്റ്റ് പ്രോബ്ലം ഓൾറെഡി ഭയങ്കരമായിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അഫോർഡബിൾ റീസൈക്ലിംഗ് സൊല്യൂഷൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകളിൽ ലോക്കൽ ബോഡീസ് അതുപോലെ തന്നെ കമ്പനീസ് എല്ലാം നമ്മുടെ ക്ലൈൻ്റ് ആകും എന്നുള്ളതാണ്. ഇപ്പോൾ പല പഞ്ചായത്തുകളിൽ നിന്നും വേസ്റ്റ് എടുക്കുന്നുണ്ട്, അവർ മറ്റ് പല സ്ഥലങ്ങളിലും കൊണ്ട് തള്ളുന്നുണ്ട്, നമ്മൾ ന്യൂസുകളിൽ കേൾക്കുന്നതാണ് അല്ലേ? ഇപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കക്കോള അതുപോലെ തന്നെ പെപ്സി പോലുള്ള കമ്പനികൾ ഇപ്പോൾ ഓൾറെഡി എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്ങിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 2030 കൂടി ഇത് കമ്പൽസറി ആകും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരിക, ഇതിനെക്കുറിച്ച് പഠിക്കുക. ദാറ്റ് മീൻസ് സപ്ലൈസിന് അൺലിമിറ്റഡ് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഗ്രീൻ ബിസിനസ് എന്ന് പറയുന്നത് പ്ലാനറ്റ് സേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ പണം ഉണ്ടാക്കുന്നതുമാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാർബൺ ക്രെഡിറ്റ്സ്, സോളാർ എന്നിവയിലേക്കും നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും. അതുപോലെ തന്നെ 2030 കൂടി ഇത് വലിയൊരു ഹൈ ഗ്രോത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. നെക്സ്റ്റ് പറയുവാൻ പോകുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള, നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഡിജിറ്റൽ അസറ്റ് ആൻഡ് ടോക്കണൈസേഷൻ. എന്താണത്? നമുക്കറിയാം NFT എന്ന് പറയുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നോൺ ഫഞ്ചബിൾ ടോക്കൺ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടുത്ത വലിയ റവല്യൂഷനായിട്ട് നമുക്ക് മുമ്പിലേക്ക് വരുന്നതാണ് റിയൽ അസറ്റ് ടോക്കണൈസേഷൻ. എന്താണത്? ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1 കോടി രൂപ വില വരുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഒരാളിന് ഫുൾ എമൗണ്ട് കൊടുക്കുവാൻ ചിലപ്പോൾ സാധ്യമായി എന്ന് വരുന്നില്ല. പക്ഷേ ഇവിടെ ബ്ലോക്ക് ചെയിൻ വഴി അത് 1000 ഡിജിറ്റൽ ഷെയറുകളായി വിറ്റ് കഴിഞ്ഞാൽ 1000 പേർക്ക് ചെറിയ എമൗണ്ടിൽ അത് വാങ്ങുവാൻ പറ്റും. ഇതാണ് ടോക്കണൈസേഷൻ. 2030 റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ മ്യൂസിക്, ആർട്ട്, ഈവൻ മൂവി വരെ ടോക്കണൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ടോക്കണൈസേഷൻ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഡിജിറ്റൽ ആർട്സ്, മ്യൂസിക് ടോക്കണൈസേഷൻ, അസറ്റ് ബേക്ക്ഡ് ഡിജിറ്റൽ കറൻസി, ലീഗൽ കൺസൾട്ടിംഗ് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് സർവീസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിലുണ്ട്. ഇന്ത്യൻ ലോ ഇതിനായി സ്ലോലി ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വലിയ ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ സിമ്പിളായിട്ട് സൈഡ് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മ്യൂസിഷ്യൻ്റെ വർക്ക് ടോക്കണൈസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഗ്ലോബൽ ബയേഴ്സിലേക്ക് സെൽ ചെയ്യുന്ന സ്മാൾ പ്ലാറ്റ്ഫോമുകൾ, ഇതെല്ലാം നമുക്ക് ലോ ഇൻവെസ്റ്റ്മെൻറ്റിലും അതുപോലെ തന്നെ ഹൈ സ്കാലബിലിറ്റിയുള്ള സംഗതികളുമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏവരും കേൾക്കുന്നൊരു ടോപ്പിക്കുമാണിത്. സോ ഈ ഒരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ 2030 നിങ്ങളുടേതായിരിക്കും. അല്ലെങ്കിൽ 2030 കൂടി നിങ്ങളുടെ ചരിത്രം തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഇനി 4ാമത്തെ പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ 4ാമത്തെ സെഗ്മെൻറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഹെൽത്ത് ടെക് ആൻഡ് ലോഞ്ചിവിറ്റി എന്ന് പറയുന്ന വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2030 ലോകം പറയുന്നത് ലിവ് ലോങ്ങർ ആൻഡ് ലവ് ബെറ്റർ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കൂടുതൽ വർഷം നമ്മൾ ജീവിക്കണം, അതും ഹെൽത്തോടു കൂടി. ഇതാണ് ഹെൽത്ത് ടെക് വളരാൻ കാരണമാകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DNA ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും 2000 രൂപയ്ക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് കിറ്റ് നിങ്ങൾക്ക് കിട്ടുക, അതുപോലെ തന്നെ അതിലൂടെ നിങ്ങൾക്ക് റിപ്പോർട്ടും ലഭ്യമായി കഴിഞ്ഞാൽ, അതായത് നിനക്ക് ഡയബറ്റിസിന് ചാൻസ് ഉണ്ട്, ഈ ഭക്ഷണം നീ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്ന
അതല്ലെങ്കിൽ ഫാമിലി ലെവൽ ഹെൽത്ത് അവയർനെസ് നൽകുന്ന ഇതിനൊക്കെയും വളരെ ഹ്യൂജ് ഡിമാൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ സ്മാർട്ട് ഹെൽത്ത് ആപ്ലിക്കേഷൻ ആൻഡ് ഡിവൈസസും ഇതൊക്കെയും നമുക്ക് വളരെ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ്. ഇന്ന് നമുക്കറിയാം ഇന്നത്തെ സ്മാർട്ട് വാച്ചുകൾ, ഇത് വാച്ച് സ്റ്റെപ്സുകൾ മാത്രം കണക്കാക്കുന്ന ഒന്നാണ്. 2030 ഷുഗർ ലെവൽ ഉയരുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്റെ ഷുഗർ ലെവൽ ഉയരുന്നു എന്ന് നമുക്ക് അലേർട്ട് തരുന്ന ഡിവൈസ് മാസീവ് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ ടെലിമെഡിസിൻ, വില്ലേജിൽ ഇരിക്കുന്ന ഒരാൾക്ക് ബെസ്റ്റ് ഡോക്ടറിനെ വീഡിയോ കോൾ വഴി നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോഴും പല ഹോസ്പിറ്റലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഫോർഡബിൾ ഹെൽത്ത് ആപ്പുകൾ, സ്റ്റാർട്ടപ്പ് ചാൻസസ് ആണ് ഇതിനൊക്കെയും ഉള്ളത്. അതുപോലെ തന്നെ ലോഞ്ചിവിറ്റി പ്രൊഡക്ട്സുകൾ, ആൻറ്റി ഏജിങ് ക്രീമുകൾ, സപ്ലിമെൻസുകൾ, വൈറ്റമിൻസ്. നമുക്കറിയാം ഇന്നത്തെ ആളുകൾക്ക് ലോങ് ലൈഫ് മാത്രം മതിയല്ല, യങ് ഹെൽത്തി ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആഗ്രഹം, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റ് ഓൾറെഡി ബൂമിംഗ് ആണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നമുക്കറിയാം ചെറുപ്രായത്തിൽ തന്നെ ജിമ്മിൽ പോകുന്നു. അവർ പല സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുറച്ച് 40+ ആയിട്ടുള്ള ആളുകൾ എങ്ങനെ നമുക്ക് പ്രായത്തെ കുറക്കാൻ കഴിയുമെന്ന് പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അബ്രോഡുള്ള 23andMe പോലുള്ള DNA ടെസ്റ്റിംഗ് കമ്പനികൾ ഇപ്പോൾ തന്നെ ബില്യൺ വാല്യുവേഷനിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു സംഗതി പറയുകയാണെങ്കിൽ, കണക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഇത് ഏർലി സ്റ്റേജിലാണ് എന്നുള്ളതാണ്. അഫോർഡബിൾ ഹെൽത്ത് കിറ്റുകൾ, അതുപോലെ തന്നെ ഹെൽത്ത് ആപ്സുകൾ, സ്മാർട്ട് ഡിവൈസുകൾ മാസീവ് ഓപ്പർച്യൂണിറ്റി ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം ഹെൽത്ത് ആൻഡ് ടെക്നോളജി ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ 2030 ഏറ്റവും വലിയ റവല്യൂഷൻ ആയിരിക്കും. കാരണം രോഗികളായവർക്കല്ല, ഹെൽത്തി ആയിരിക്കാനും അതുപോലെ തന്നെ യങ്ങായി കാണാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഹൈ ഡിമാൻഡും. നമുക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് 2025 നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും നമ്മുടെ ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് AI ആൻഡ് ഓട്ടോമേഷൻ, ഗ്രീൻ ബിസിനസ്, ഡിജിറ്റൽ അസറ്റ്, ഹെൽത്ത് ടെക് എന്നീ 4 സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 2030 കോടീശ്വരന്മാർ ഇന്നത്തെ ശരിയായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുക. സുഹൃത്തുക്കളെ, ഹിസ്റ്ററി ബുക്ക് അതല്ലെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ് ഓൺട്രപ്രണേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം ടൈമിലി ഡിസിഷൻ എടുത്തവരാണ് വിജയിച്ചിട്ടുള്ളത്. ഇന്നത്തെ സ്മാൾ ഷോപ്പ് ഓണേഴ്സ് ആയിരിക്കും നാളത്തെ ബിഗ് ഇൻഡസ്ട്രി ഓണേഴ്സ്. അതുപോലെ തന്നെ ഇന്നത്തെ സ്മോൾ സ്റ്റാർട്ടപ്പ് ആയിരിക്കും നാളത്തെ $1 ബില്യൺ കമ്പനി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2030 കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉണ്ടാകാൻ ഇന്നത്തെ ഈ ഒരു ഡിസിഷൻ തന്നെ മതിയാകും. സോ ആ തീരുമാനത്തിൻ്റെ വഴി കാണിച്ചു തരികയാണ് ന്യൂ ഫോക്കസ് TV. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താം. ബൈ.